ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതം കൂടെ നൽകി തന്ന സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ മോർണിംഗ് മന്നയുടെ ഹെഡിങ് എന്ന് പറയുന്നത് യേശുവിൻ്റെ സ്നേഹത്തെ സംസാരത്തിലൂടെ വെളിവാക്കുക എന്നുള്ളതാണ്. യെശയ്യാ പ്രവചനം 50-ാം അധ്യായം 4-ാം വാക്യം ഇപ്രകാരം പറയുന്നു: തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുന്നത്. അപ്പോൾ തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ തക്കവണ്ണം ശക്തിയുള്ളവരായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ തീർച്ചയായും തളർന്നിരിക്കുന്നവരെ, അതുപോലെ നിരാശയിലായിരിക്കുന്നവരെ, അല്ലെങ്കിൽ വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരെയൊക്കെയും ദൈവത്തിന്റെ മാറ്റമില്ലാത്തതായ തിരുവചനം പറഞ്ഞ് അവരെ ആശ്വാസത്തിലൂടെ വഴി നടത്തുവാൻ തക്കവണ്ണം ഒരു ദൈവ പൈതലിന് കഴിയുമെന്ന് നമുക്ക് തിരുവചനം പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നിരാശയുടെ അനുഭവത്തിൽ നിന്ന്, വേദനകളുടെ അനുഭവത്തിൽ നിന്ന് രോഗികളായിരിക്കുന്നവരുടെ അടുക്കിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ സംസാരത്തിലൂടെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ സ്നേഹത്തെ അവരിലേക്ക് കൊടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ സംസാരത്തിലൂടെ യേശു നമുക്ക് ചെയ്തതായ സകല ഉപകാരങ്ങളെയും യേശുവിന്റെ സ്നേഹത്തെയും നമുക്ക് അവരിലേക്ക് വർണ്ണിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നെങ്കിൽ ആ യേശുവിന്റെ സ്നേഹത്തെ നമ്മൾ വെളിവാക്കുന്നത് നമ്മുടെ സംസാരത്തിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ തീർച്ചയായും അപ്രകാരം അവർ ഈ ലോകത്തില് അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവര്, അനേക പീഡകൾ സഹിക്കുന്നവര്, നമ്മുടെ ചുറ്റുപാടും അനേകരെ വേദനിക്കുന്നവര് നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ തിരുവചനം യേശു നമ്മെ പഠിപ്പിച്ചതായ കാര്യങ്ങളെയൊക്കെയും അവരിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം അവരിലൂടെ ആ സ്നേഹത്തിലൂടെ സംസാരിക്കുമ്പോൾ അവര് ഇരുന്ന് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവരെ ക്രിസ്തുവിലേക്ക് നമുക്ക് ആകർഷിക്കുവാനായിട്ട് സാധിക്കുമെന്ന് തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ അനേകര് കഠിന ദാരിദ്ര്യമായി കഠിന പോരാട്ടം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അനേക ലോകത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ച് നോക്കുമ്പോൾ നമ്മൾ സുഖസമൃദ്ധിയായി ഭക്ഷണം കഴിക്കുമ്പോൾ അനേകര് ഭക്ഷണമില്ലാതെ വളരെയധികം ഭാരത്തിലും പ്രയാസത്തിലും ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ആയിരിക്കുന്നതായ അനുഭവത്തിൽ അവരായിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ അവരുടേതായ ജീവിതത്തിൽ അവർ പ്രത്യാശയില്ലാതെ നിരാശപ്പെട്ട് ആരും സഹായിക്കുവാൻ ഇല്ലാത്തതായ ആ അവസ്ഥയിൽ അവർ ഭാരപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ സ്നേഹത്തെ നാം സംസാരിച്ചുകൊണ്ട് അവരുടെ ഇടയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് സാധിച്ചാൽ തീർച്ചയായും നമുക്ക് അനേകരെ നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വ്യക്തി എങ്ങനെയുള്ളവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അവന്റെ സംസാരത്തിലൂടെയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനമുള്ളതായ അല്ലെങ്കിൽ കർത്താവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നതായ വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ വാക്കുകളൊക്കെയും അവൻ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നു. മറ്റുള്ളവർക്ക് ഉപ്പിനാൽ രുചി വരത്തക്കവണ്ണം നമ്മുടെ സംസാരം വീണ്ടും കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ആ പ്രിയപ്പെട്ടവരുടെ മധ്യത്തിലേക്ക് നമുക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മുടെ സംസാരം കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രകടമാക്കുന്നതായ ഒരു അനുഭവത്തിലൂടെ അനേകരെ മുറിവേൽപ്പിക്കുന്നതായ വാക്കുകൾ നമ്മൾ സംസാരിക്കുവാൻ പാടുള്ളതല്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന, വേദനപ്പെടുത്തുന്ന, മുറിവേൽക്കുന്ന സംസാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല എന്ന് തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ യേശുവിന്റെ സ്നേഹത്തെ നമ്മുടെ സംസാരത്തിലൂടെ നാം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ തീർച്ചയായും അനേകരെ പ്രയാസങ്ങളിൽ നിന്നും, കഷ്ടങ്ങളിൽ നിന്നും, രോഗദുഃഖാദികളിൽ നിന്നൊക്കെയും നമുക്ക് വീണ്ടെടുക്കുവാൻ സാധിക്കുമെന്ന് കർത്താവായ യേശുക്രിസ്തു നമ്മെ ഇന്ന് ഈ പ്രഭാതത്തിൽ ഒന്നും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ തളർന്നിരിക്കുന്നവരെ നമ്മൾ വാക്കുകൾ കൊണ്ട് ബലപ്പെടുത്തുവാൻ തീർച്ചയായും കർത്താവിന്റെ ശിഷ്യന്മാരിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച പോലെ നമ്മളിലും ഇന്ന് പ്രവർത്തിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. നാം ഒരുക്കമുള്ള മനസ്സുമായി താഴ്മയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഇറങ്ങിച്ചെല്ലുന്നെങ്കിൽ തീർച്ചയായും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ സ്നേഹത്തെ പ്രകടമാക്കുവാൻ സ്വർഗം നമ്മെ ഈ തിരുവചന ഭാഗത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി അടിയങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് അടിയങ്ങൾക്ക് നൽകി തന്നതായ
തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ സ്നേഹത്തെ സംസാരത്തിലൂടെ വെളിവാക്കുവാൻ തക്കവണ്ണം അത് മുഖാന്തരം അനേകർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാൻ കർത്താവെ അടിയങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കർത്താവെ അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ആരെങ്കിലും രോഗത്താലോ ക്ഷീണത്താലോ പ്രയാസത്താലോ കടഭാരത്താലോ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ കർത്താവെ അവർക്ക് ആശ്വാസം കൊടുത്ത് പൂർണ്ണമായ വിടുതലും കൊടുത്ത് കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തെ ഭയമുള്ളവരായി ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്ത് അങ്ങ് അനുഗ്രഹിക്കുമാറാകണം. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.